എടാ നമ്മൾ സൈലവാനൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോഴല്ലേ കാണുന്നത്, ഇഫ്താർ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു, ഫുൾ ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എടാ മധുരമൊക്കെ കഴിച്ച് ഭയങ്കര മത്തായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും സ്പൈസി ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ആ വശത്തേക്കേ ഞങ്ങൾ പോയില്ല. പിന്നെ വീഡിയോ പറയുന്ന വേറൊന്നുമല്ല കേട്ടോ, നമ്മൾ പബ്ബിൽ കയറത്തില്ല, നമ്മൾ ഗുഡ് ഗേൾസ് ആണ്, നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കത്തില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോകുന്നത്, ആക്ച്വലി അടിപൊളിയായിരുന്നു. പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് നിങ്ങൾ ഒരു വട്ടമെങ്കിലും പബ്ബൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം കേട്ടോ. എടാ നല്ല രീതിക്ക് പോണവരുണ്ട്, ചീത്ത രീതിക്ക് പോണവരുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നല്ല രീതിക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്ക് ഭയങ്കര നമ്മൾ കേട്ട് പറഞ്ഞ് അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ അത്രയും ഹാപ്പിനെസ്സും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഗുഡ് മെമ്മറീസിൽ ഒന്നായിട്ട് ഇത് മാറ്റി തന്നെ വെക്കട്ടെ. അത്ര അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. വേറെ ഒന്നല്ല കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു മണിപ്പൂർ ചേച്ചിന് കമ്പനിയാണ്, അയച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അയച്ചിട്ടൊപ്പം ഡാൻസ് കളിച്ച് തുള്ളി നൈസായിരുന്നു. മേ ബി ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പല രീതിയിലും പല ആൾക്കാരും എന്നെ ജഡ്ജ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബാഡായിട്ട് ഇതാക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളെ ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ. അത് നിങ്ങൾക്ക് നല്ല രീതിയിലും ചീത്ത രീതിയിലും എടുക്കാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.